രസം ഒരു ഒതൻസിറ്റി ആയിട്ട് തന്നെ സംഭവങ്ങൾ ചെയ്യും. വേണേൽ കുറച്ചുകൂടെയൊക്കെ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഷോർട്ട് കട്ടൊന്നും വേണ്ട എന്നുള്ളത് അവിടെ കാണുമ്പോൾ മനസ്സിലാവും. അത് ആ മീൻ കട്ട് ചെയ്ത് മറിനേറ്റ് ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ ആ ചുട്ടെടുക്കുന്ന രീതിയാവട്ടെ, ആ നോർമൽ ടെക്നിക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇത്ര അധികം ക്വാണ്ടിറ്റി ആ ഇതൊരു കോസാട്ടോ. അവന് 10 രൂപ വേറെ തരുമോ? ഇത് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയല്ലോ. ഇത് മീനിൻ്റെ ചാറാണ്. ഒരു കുഴിയാക്കാനാണ് പറഞ്ഞത്. ഇതൊക്കെ കൊല്ലത്ത് ശബരിമല സീസണിൽ ആളുകൾ ഈ വ്രതമൊക്കെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഡയറ്റിന് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയോടെ കൊടുക്കുന്ന സാധനമാണ്. അതൊരു സൂപ്പർ ഫുഡ് പോലുള്ള സംഭവം. ഇത് നോക്ക്, നമ്മൾ കണ്ട വറ്റ, ചെമ്പല്ലി, അയില, അടിപൊളി. കഴിക്കാം. പുഴുക്കിൻ്റെ മീൻചാറും കൂടെ കഴിക്കുകയാണ്. കായ്കറി കൂട്ടെന്നാണ് ഇന്ന് പറയാം. ഇത് മണ്ണിനടിയിലുള്ള കിഴങ്ങ് വെച്ചുള്ള പുഴുക്കാണ്. അതാണ് ഇത് കൂടുതൽ. ഇതൊരു കേരളത്തിൻ്റെ ഏറ്റവും ഒതൻസിറ്റി ഉള്ളൊരു സാധനമാണ്. ഇത് ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് ചിരട്ടയിൽ മൺചട്ടിയിൽ ചെറിയ ചൂടിൽ ഇങ്ങനെ ചുട്ടെടുത്ത 10 ടൈം എടുത്ത് മീനിൻ്റെ ചാറും കപ്പ പുഴുക്കും പത്തിരി, കൈപ്പത്തിരി ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷറിയാണിത്. ഇതൊക്കെ മറ്റ് രാജ്യങ്ങളിലോ അല്ലെ മറ്റ് സമൂഹത്തിലോ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പം നമ്മുടെ ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പം, പുട്ട്, കടല അല്ലേ. അപ്പോൾ അവിടെയാണ് ഇത്രയും ടൈം എടുത്ത് വളരെ ഒത്തൻറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന കൈപ്പത്തിരിയും കപ്പപ്പുഴുക്കും. മീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ല. മീനിൻ്റെ ഇതുണ്ട് ഈസിയായിട്ട്. ഇത് ഇത്രയും വലിയ ഫിഷാണ്, ചെറിയ മീനല്ല. അപ്പോൾ വലിയൊരു ചെമ്പല്ലിയുടെ മീനിൻ്റെ ഫ്ലഷ് ഇങ്ങനെ ജ്യൂസ് ഇതാണ് ആ ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മസാലകളൊന്നുമില്ല. ഫിഷിൻ്റെ ജ്യൂസ് തനിയെ ആ ഫ്ലഷിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കറക്റ്റ് ഒരു കുക്കിംഗ് ടെക്സ്ചറാണ്. അത് നല്ലൊരു കുക്കിംഗാണ്, മെത്തേഡാണ്. ഹെൽത്തി, മീൻ ഓവർ കുക്കല്ല. എന്നാൽ ഇതിൻ്റെ ആ ഫിഷിൻ്റെ ഫ്ലേവറിന് കറക്റ്റായിട്ട് കിട്ടും. വെളിയിൽ നിങ്ങൾക്ക് ഒരു സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കുള്ള മറിനേഷനുണ്ട്. സോ ബ്യൂട്ടിഫുൾ കഴിക്കാം. അത്രയും എങ്ങനെയുണ്ട്? ഒന്നുമില്ല. കറക്റ്റ് ഫിഷിൻ്റെ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് കറക്റ്റ് ആ മീനിൻ്റെ ആ ചെമ്പല്ലിയുടെ കറക്റ്റ് ഫ്ലേവേഴ്സ് കറക്റ്റായിട്ട് കിട്ടും. ഓവർ മറിനേറ്റ് ചെയ്തിട്ടൊന്നും വേറെ സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ ലഞ്ചായാലോ ഒരു നല്ലൊരു ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, പുഴുക്ക് ഇങ്ങനെ ഇതൊന്നും സാധാരണ ഒരിടത്തും കിട്ടത്തില്ല. കാരണം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ശബരിമല സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ്. അത് ചേനയും ചേമ്പും കാച്ചിലും പയറെല്ലാം കൂടെ ഇട്ട് പുഴുക്കുണ്ടാക്കി രാവിലെ ആളുകൾക്ക് കൈപ്പത്തിരിയായിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യമാണ്. താങ്ക് യു.